Hi, hello, namaskaram and welcome to Rajesh Abbar's official YouTube channel. ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും വിയറ്റ്നാം. മൂന്നാമത്തെ ദിവസം ഹെലോങ് ബേയിലേക്കാണ് നമ്മൾ പോയത്. ഒരു കപ്പൽ യാത്ര, അതായത് ചെറിയ ക്രൂസ്. പക്ഷേ ഈ കപ്പൽ യാത്രയിൽ ക്രൂസ് മാത്രമല്ല, അതിൽ നിന്ന് ഇറങ്ങിയ ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു, ഒരു മൗണ്ടൻ്റെ അടിയിൽ കൂടിയുള്ള ഒരു കേവ് കൂടി. അതിനുശേഷം മൗണ്ടൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു കേവിൽ കൂടി ഒരു ട്രെക്കിംഗ് പോലെ ഉണ്ടായിരുന്നു, സ്റ്റെപ്സിലൂടെയൊക്കെ പോയിട്ട് നല്ല രസകരമായിട്ടുള്ള, അതായത് ലൈം സ്റ്റോൺ കാർവിങ്സ്, അതായത് നേച്ചർ കാർവ് ചെയ്താട്ടോ, ആൾക്കാരല്ല. അങ്ങനത്തെ ഒരു വളരെ വേൾഡ്സ് ബെസ്റ്റ് എന്താ പറയുക കേവ്സിൽ പെടുന്ന ഒരു ലിസ്റ്റിൽ പെടുന്ന ഒരു കേവും കൂടിയാണ് അത് ഈ ഹാർലോങ് ബേയിൽ തന്നെ ആണുള്ളത്. അതിനുശേഷം ലാസ്റ്റിൽ നമ്മളൊരു ഈവനിങ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ടോപ്പിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് കാണാം ഒരുപാട് ആൾക്കാർ കയറുന്ന പക്ഷേ മുകളിലെത്തുമ്പോൾ എല്ലാവരുടെയും പത ഇളകിയിട്ടുണ്ടായിരുന്നു, അതായത് കിതച്ചു വയ്യാണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഏതായാലും സംസാരിച്ച സമയം കളയുന്നില്ല. ഹെലോങ് ബേ, അതായത് ഒരു കപ്പൽ യാത്രയും ഒരു ഗുഹയുടെ ഉള്ളിലൂടെയുള്ള യാത്രയും ഒരു മലക്കയറ്റവും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. ഇന്ന് മൂന്നാം ദിവസം. മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും മുത്തുകൾ ഉണ്ടാക്കുന്ന ഓയിസ്റ്റേഴ്സ് നിന്ന് പേൾസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സെൻറ്ററാണിത്. ഇവിടെ അവർ ലൈവായിട്ട് ആ പേൾസ് എടുക്കുന്ന രീതിയും അത് മാത്രമല്ല അവരെങ്ങനെയാണ് ഇവിടെ അത് കൾച്ചർ ചെയ്തെടുക്കുന്നത്, ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഒരു ബിസിനസ്സാണത്. ഇവിടെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊണ്ടുപോകുമ്പോൾ, ഇന്നലെ കൊണ്ടുപോയത് ബാംബൂയുടെ സ്ഥലത്തേക്ക്, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സെയിൽ നടത്താനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇൻഡസ്ട്രീനെ പറ്റി നല്ല തന്നെയാണ് അവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് നമ്മൾ അറിയിക്കുകയും ചെയ്യും. അതുമാത്രമല്ല അവർക്ക് സെയിലുമാണ്, ബിസിനസ്സും നടക്കും. അപ്പോൾ ടൂർ ഓപ്പറേറ്റേഴ്സ് അവർ നമ്മൾ എന്തായാലും ലിങ്ക് ഉണ്ട്, അവർ തെറ്റുമില്ലായിരുന്നു. അപ്പോൾ ആ രാജ്യത്തിൻ്റെ എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ആ ലോകമെമ്പാടും നിന്നുള്ള ആൾക്കാർക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുകയും ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയിക്കാനുള്ളൊരു സ്ഥലവും അതുമാത്രമല്ല ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കൗതുകം തോന്നി വാങ്ങാറുമുണ്ട്. അപ്പോൾ രസകരമായ ഒരു സ്ഥലം. നമുക്ക് ലൈവായിട്ട് എന്താ പറയുക പവിഴമുത്ത്, അതായത് നമ്മുടെ പേൾസ് അതൊക്കെ എടുക്കുന്നതും ഈ ഓയിസ്റ്റേഴ്സ് എങ്ങനെ കൾച്ചർ ചെയ്യുന്നതെന്നുള്ളതും ഇതിന്ന് എങ്ങനെയാണ് ഇവർ എടുക്കുന്നതെന്നുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫൊക്കെ അവിടെ കാര്യമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് പേടിയാണ് പോകില്ല, മുത്തുവാണെന്ന് പറയുമോ പറഞ്ഞിട്ട്, മുത്തുമാല വേണം പറയുമോ പറഞ്ഞിട്ട്. ഏതായാലും രസകരമായൊരു സ്ഥലം. പക്ഷേ ഇവിടെ നിന്നാണ് മെയിൻ സ്ഥലത്തേക്ക് പോകുന്നത്, ഹെലോങ് ബേ. ഇന്നത്തെ ദിവസം മുഴുവൻ ഹെലോങ് ബേയിലാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് കണ്ടാൽ നമുക്ക് കേരളത്തിൻ്റെ സ്ഥലമാണെന്നൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യണമെന്ന് തോന്നും. പക്ഷേ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്, ഫുഡ് ഡിഫറെൻ്റ് ആണ്. അതാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു രസം. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ സ്ഥലം കണ്ട മാതിരി തോന്നും, പക്ഷേ വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. ബാക്കി കാര്യങ്ങൾ നമുക്കിനി ഹെലോങ് ബേയിലേക്ക് പോകുന്ന വഴിയോ അല്ലെങ്കിൽ ഹെലോങ് ബേ എത്തിയിട്ടോ നോക്കാം. ഇപ്പോൾ എന്തായാലും ക്രൂസ് തുടങ്ങാൻ പോവാണ്. 10, 30, 40 വർഷമായിട്ടുള്ള അടിപൊളി ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ ഇത് എവറി ട്രിപ്പ് ഈസ് സ്പെഷ്യൽ. സോ നമ്മൾ ഈ ട്രിപ്പ് സൂപ്പർ സ്പെഷ്യൽ ആക്കാൻ പോവാണ്. അപ്പോൾ ഏതായാലും ക്രൂസ് തുടങ്ങിയിട്ട് ബാക്കി വിഷ്വൽസ്. അപ്പോൾ അതെ, ക്രൂസിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് 2 സുന്ദരി തെരുണി മണികൾ. അപ്പോൾ ഏതായാലും ഷിപ്പിൽ പോയി അടിച്ചു പൊളിക്കാൻ റെഡിയായിട്ട് നിൽക്കല്ലേ? അതെ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഷിപ്പിലാണ് ബാക്കി, പക്ഷേ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കി ഷിപ്പിൽ.
അതെ, ഷിപ്പിൽ കയറുന്നതിന് മുമ്പ് ഹാൻലോങ് ബേയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നടക്കുകയാണ്. എൻ്റെ കൂടെ അനിത, അതാ ബാക്കിൽ ദീപ. പല പ്രാവശ്യം എൻ്റെ ക്യാമറ വുമൺ കൂടിയായിരുന്നു ദീപ. അപ്പോൾ ബോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹരമായ ഒരു ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഹാൻലോങ് ഹാർബറിൻ്റെ ഒരു എന്താ പറയുക ക്രൂസിലേക്ക്. ഒരു 7 മണിക്കൂറിൻ്റെ ക്രൂസാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ കൂടെ 30-40 വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ് ഞങ്ങൾ ഫാമിലിയായിട്ട്. 10 ഫാമിലീസാണ് കൂടെ വന്നിരിക്കുന്നത്. ഒരു മോനും, അതായത് അവർ ശ്രീറാമിൻ്റെ മോനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 21 ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാൻലോങ് ബേയിൻ്റെ ഒരു ടൂറിനാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ക്രൂസ് തുടങ്ങിയിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ക്യാമറമാൻ നന്ദകുമാറിന്റെ കൂടെ രാജേഷ് ഹെബ്ബാർ. ഇത് ബോട്ടിന്റെ റൂഫ് ടോപ്പാണ്. ഇവിടെ ഒരു ഡാൻസ് ഫ്ലോറും ഫുൾ ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് പ്രോബബ്ലി ഈവനിങ് ഒക്കെ നമ്മളായിരിക്കും അങ്ങനെയൊക്കെ ഡാൻസ് ഫ്ലോർ ഒക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിനുവേ സൂപ്പർ ആംബിയൻസ്, ചുറ്റും ഹാർബറിന്റെ വ്യൂവും.
ഈ ഒരു കേവ് യാത്ര, അതായത് ലൈം സ്റ്റോണിൽ കാവായിട്ട് ഉള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു മലയുടെ ഉള്ളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് 1901 കുറച്ച് ഫ്രഞ്ചുകാർ ഇവിടെ പെട്ടിട്ട് അങ്ങനെ ഒരു മലയുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഐതിഹ്യമല്ല, ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്ററി. അപ്പോൾ അതിമനോഹരമാണ്. നമ്മുടെ മഞ്ഞുവൽ ബോയ്സൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ കേവ് കണ്ട ത്രില്ലടിക്കും. വിധത്തിലും തരത്തിലും പ്രകൃതി നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു മാർവൽ ഓഫ് നേച്ചർ എന്ന് പറയാമല്ലോ, അങ്ങനത്തെ ഒരു സാധനം. ഈ ഒരു സ്ട്രക്ചറിനെ ഫ്രഞ്ചുകാർക്കടക്കം ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഒരു ഫാലിക് സ്ട്രക്ചറായിട്ടാണ് തോന്നിയെന്ന് പറയുന്നത്. അത് പുരുഷ ജനനേന്ദ്രിയം പോലെയാണ് അവർക്ക് തോന്നിയെന്ന് പറയുന്നത്. ബോട്ടുകൾ കൂടി ആകെ ട്രാഫിക് ജാം പോലെയാണ്. ഈ ബോട്ട് ഇവിടെ ഇടയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലുള്ള ഗ്യാപ്പ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിലേക്കാണ് ഈ മഹാൻ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റേ എന്താ പറയുക, കേവിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്നിട്ട് വരെ കാപ്പി കുടിക്കുകയാണ്. കോൾഡ് കോഫി, വിയറ്റ്നാമീസ് കോഫിയാണ്. ഇതിലൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കും ഇതിൽ. അത് മാത്രമല്ല ഇതിൽ ചെറുതായിട്ട് ഉപ്പിടും. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അസാമാന്യ ടേസ്റ്റാണ്. അതെ, തീരെ തെറ്റിയില്ല. ഇന്നലെയാണ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത്, ഇന്ന് വീണ്ടും അതുകൊണ്ട് ഇത് തന്നെ ഓർഡർ ചെയ്തു. വിയറ്റ്നാമിലേക്ക് വരികയാണെങ്കിൽ അവരുടെ വിയറ്റ്നാമീസ് കോൾഡ് കോഫി എന്തായാലും ട്രൈ ചെയ്യാം. ഇതൊരു 1.5 കയറ്റമായിരുന്നു. ശ്രീരാമ സൂപ്പർ ഫിറ്റാണ്, ഞാൻ കൂടെ പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ എത്തി വിചാരിച്ചു എല്ലാവരും നിൽക്കണം കേട്ടോ. പക്ഷെ ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഇനി ബാക്കിയും കൂടി കയറിയിട്ട് ബാക്കി വിഷ്വൽ കാണിച്ചു തരാം. അങ്ങനെ ആ ഹിൽ ടോപ്പിലെത്തി. 1.5 കയറ്റമാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും വിയറ്റ്നാം വരുമ്പോൾ നിങ്ങളെ ഹാൻഡ്ലോൺ ബേയിൻ്റെ അല്ലേ അതിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഏതായാലും രസകരമായിട്ടാണ്. പകുതി വഴി എത്തുമ്പോൾ വയ്യാണ്ടേ നിർത്തരുത്, നേരെ മുകളിലേക്ക് വരിക. ഇപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ കണ്ണൂരുകാരെയും എറണാകുളംകാരെയും പെരുമ്പാവൂരുകാരെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ധാരാളം ആൾക്കാർ വിയറ്റ്നാം വരുന്നുണ്ട്. അപ്പോൾ വരിക. അപ്പോൾ ഈ സൈറ്റ് കൂടി മിസ് ചെയ്യേണ്ട. നല്ലൊരു കയറ്റമാണ്, കുറച്ചൊക്കെ കഥയ്ക്കൊക്കെ ചെയ്യും, പക്ഷേ ഇറ്റ്സ് വർത്ത് ഇറ്റ് അല്ലേ? യെസ്. കയറ്റെന്ന് പറയണതേ ഒരു വാശിയായിരുന്നേ. ഇടയിലെത്തിയപ്പോൾ നമ്മളെല്ലാവർക്കും ഒന്ന് തിരിച്ചു പോയാലോ എന്നൊക്കെ തോന്നി. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് അതാണ്. ഒരു വാശിയുടെ പുറത്ത് ചിലപ്പോൾ എല്ലാം ചെയ്തത് ഏറ്റവും വലിയ റിവാർഡ്സ് തരും. അങ്ങനെ നമ്മൾ കയറി വന്ന ആൾക്കാരുണ്ട്. ഇത് ഹിമാലയ ഒന്നും അല്ല. നിങ്ങൾ വിചാരിക്കും പിന്നെ നിങ്ങൾ എവറസ്റ്റ് അല്ലേ കയറിയെന്ന്. ഇല്ല, കൊച്ചു മലകൾ കയറിയിട്ട് എവറസ്റ്റ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചാലഞ്ച് നമ്മൾ 4 പേരും ക്രോസ് ചെയ്ത വലിയ സന്തോഷത്തിലാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. കം ടു വിയറ്റ്നാം, എൻജോയ് എവരിതിങ്. അങ്ങനെ ക്രൂസ് കഴിഞ്ഞതാ ഫുൾ ടീം
തിരിച്ചെത്തിക്കുകയാണ്. അപ്പോൾ ബസ്സിലേക്ക് പോകണം. ഇറ്റ് വാസ് എ ലവ്ലി ഡേ. വിഷ്വൽസ് എന്തായാലും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അഡ്വഞ്ചേഴ്സിനും എക്സൈറ്റ്മെൻറ്റ്സിനും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വിയറ്റ്നാം യാത്രയിലെ ഈ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു രസകരമായ യാത്രയാണ്. അഡ്വഞ്ചറിന് അഡ്വഞ്ചർ, ഫുഡിന് ഫുഡ്, കമ്പനിക്ക് കമ്പനി. ഞാൻ ഈ വിയറ്റ്നാം യാത്രയുടെ ഉടനീളം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ കൂടി ഉള്ളത് കൊണ്ടാണ് രസകരമായ ഒരു ജേണി ആയത്. അതുമാത്രമല്ല, ഒരു പുതിയ കൾച്ചർ അറിയുമ്പോൾ ഉള്ളൊരു കൗതുകം, അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു ത്രില്ല്, അവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ രീതികൾ മനസ്സിലാവുമ്പോൾ, അവിടുത്തെ നേച്ചർ കാണുമ്പോൾ ഒരു ത്രില്ല്. കൂടുതൽ യാത്രകൾ വേണമെന്ന് മനസ്സ് വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം ഇനി അധികം കാണാനുണ്ടെന്നാണ്. ഈ ലോകത്തിലെ ഒരു അംശം പോലും കണ്ടു കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങളും നല്ല യാത്രകൾ ചെയ്യുക, നല്ല സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുക, ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുക. സോ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലവ് യു ആൾ.